സംഭവം ഇഷ്യൂ നടന്ന 1 തൊട്ട് 5 പ്രതികളുടെ പേരിൽ കേസെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൃത്യനിർവഹണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും എല്ലാം കൂടെ കൂട്ടി എന്നെ പരാതി കൊടുത്ത് ബാക്കി ഡീറ്റെയിൽ സാറിന് മറ്റൊന്ന് എനിക്ക് അവിടേക്ക് കയറാൻ സാധിക്കില്ല, എന്നെ അവിടെ കയറ്റില്ല എന്നുള്ള പ്രതികരണം വരുന്നു. ഏതു അവിടെ അതിനുശേഷം പോയിരുന്നോ ഇല്ലയോ? KSRTC സ്റ്റാൻഡിലാണോ വാഹനം ഏതു ഓടിച്ച വാഹനം ആ KSRTC വാഹനത്തിൽ പിന്നെ പോയി? KSRTC വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല, അതുവഴി പോയെന്നേ ഉള്ളൂ. നമ്മളെ ഡിപ്പോയിൽ പോകണം, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ. ഇതിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വന്ന 2 പ്രതികരണം ഉണ്ട്. ഒന്നിൽ ഏത് പറയുന്നു ഞാൻ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെയാണ്, അതിന്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. മറ്റൊന്നിൽ പറയുന്നു എന്നെ ആ കേസ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഏത് വീഡിയോയിൽ? അല്ല, ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല, ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല. ഞാൻ ATO, അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക. ATO പറഞ്ഞെന്നാണ്, ATOയുടെ അടുത്ത് പോവാൻ വേണ്ടിട്ട് വന്നെന്നാണ്. മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു തരും, ആ വീഡിയോ ഒന്ന് കാണിച്ചു തരും. അത് തന്നെ. അവര് പറയുന്നത് ശരിയായിരിക്കും. അത് അപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ്. വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട്, ചേട്ടാ അത് പറയാത്തത് തന്നെ. അവർ പറയുന്നുണ്ട് ആദ്യം, ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ്. അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ്. ബസ് കിടക്കുന്നത് എങ്ങനെയാണ്? ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് റോക്കി ബായി പോലെ. എങ്കിൽ യാത്രക്കാർ അക്ഷമരായിട്ട് ഇരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും, തലകൾ വെളിയിൽ കാണും. അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല. ഒതുക്കി ജൂൺ 12 ഇല്ല. അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം. ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പം ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ട. വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ, കോഴിക്കോട് പോയിട്ടുണ്ട്, നിലമ്പൂര് പോയിട്ടുണ്ട്, വഴിക്കടവ് പോയിട്ടുണ്ട്. KSRTC ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഉദ്ദേശം. പിന്നെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ അതാണ് വക്കീൽ പറയുന്നത്. ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം. എന്നെ കണ്ടു അല്ല ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കണേന്ന് കാര്യമില്ലേ? അവർ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത്? അല്ല ചേച്ചി, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. ആരായാലും റോഷ്നി എന്ന് പറയുന്ന വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടാ. നിങ്ങളൊരു പെണ്ണാണ്, ഞാൻ ഒരു ആണായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ? എനിക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഇല്ല, ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. ന്യായമുള്ള എൻ്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല ചേച്ചി, എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ. എനിക്കിങ്ങനെ എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷ്നി ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി, അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ?
നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ, ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല ചേട്ടാ, എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അത് നോക്കണം ചേട്ടാ, നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്, ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട്, വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്.